2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന അതിൻ്റെ ഒരു പ്രധാന വേദിയായ ടൊറൻറ്റോ സ്റ്റേഡിയം ഉൾപ്പെടുന്ന ഗ്രേറ്റർ ടൊറൻറ്റോ ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാനഡയിലെ മലയാളി ഫുട്ബോൾ പ്രേമികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിസിസാഗയിലെ മാൾട്ടൺ FC എന്ന് പറയുന്ന ക്ലബിലെ അംഗങ്ങളാണ് നമ്മുടെ കൂടെ ഇപ്പം സംസാരിക്കാൻ പോകുന്നത്. അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം അർജന്റീന പോലെ തന്നെ മറ്റു പ്രതീക്ഷയുള്ളൊരു ടീമാണ് പോർച്ചുഗലും. ഇപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ കളിയിൽ പുള്ളി പ്രതീക്ഷിച്ചതുപോലെ പെർഫോം ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴത്തേക്കും ഒരുപാട് ട്രോൾസ് ഓൾ ഓവർ ദ വേൾഡ് ഒരുപാട് ട്രോൾ പുള്ളി ഏറ്റുവാങ്ങിയായിരുന്നു. പക്ഷെ അതൊക്കെ രണ്ടാമത്തെ കളിയിൽ അത് പരിഹരിച്ചു എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ കളിയെ പറ്റിയുള്ള അഭിപ്രായം എങ്ങനെയായിരുന്നു? പോർച്ചുഗൽ എന്ന് പറഞ്ഞ ഒരു ടീം ഇപ്പോൾ ഒരു ലൈം ലൈറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ള ഒരു പ്ലെയറാണ്. ഇൻഡിവിജ്വലായിട്ടും ആസ് എ ടീമായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ കോൺട്രിബ്യൂട്ട് ചെയ്ത പോലെ പോർച്ചുഗലിൻ്റെ ഹിസ്റ്ററിയിലോ ഇനി അങ്ങോട്ട് നമുക്ക് ഫ്യൂച്ചർ എന്തായാലും പറയാൻ പറ്റില്ല. ഹിസ്റ്ററിയിൽ ഇന്നേ വരെ ഒരു പ്ലെയറും ലൂയിസ് ഫിഗോ ഉണ്ടായിരുന്നു, പക്ഷേ ഹി ഹാഡ് സം കൈൻഡ് ഓഫ് ലിമിറ്റ്. അപ്പോൾ ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് പോർച്ചുഗൽ ടീമിനെ ഇപ്പോൾ എവിടെ നിൽക്കുന്നോ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോർച്ചുഗൽ ടീമിനെ എത്തിക്കാനായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ഉണ്ടായിരുന്നുള്ളൂ. ഈ പോർച്ചുഗൽ ടീം വേൾഡ് കപ്പിലേക്ക് വന്നപ്പോൾ വൺ ഓഫ് ദ ടൈറ്റിൽ വിന്നർ എന്നുള്ള രീതിയിൽ തന്നെയാണ് പോർച്ചുഗൽ ടീമിനെ എല്ലാവരും കണക്കാക്കേണ്ടിയിരുന്നത്. ഓൺലി റീസൺ ബിക്കോസ് ദ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് ദെയർ ഇൻ ദ ടീം. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രഷർ ദ ഹോൾ ടീമിനും എസ്പെഷ്യലി ക്രിസ്ത്യാനോയ്ക്ക് അവിടെ ഉണ്ടാവും. കാരണം ആ ഒരു വലിയ പ്ലെയേഴ്സോ അല്ലെങ്കിൽ ഒരുപാട് ഇൻഡിവിജ്വൽ ഇതായിട്ടുള്ള പ്ലെയേഴ്സ് ഇല്ലാത്തൊരു ടീമിനെ കൊണ്ടുവന്ന് ഒരു ടൈറ്റിൽ വിൻ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കടമ്പ തന്നെയാണ്. ക്രിസ്ത്യാനോ അത് സ്വയം തോളിലേറ്റിട്ട് ഇപ്പോൾ വേൾഡ് കപ്പിന് എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് കളി കളിക്കുമ്പോൾ വേൾഡ് കപ്പ് പോലൊരു ഒരു ടൂർണമെൻറ്റിൽ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആസ് എ ടീം ആസ് എൻ ഇൻഡിവിജ്വൽ പ്ലെയർ എല്ലാവർക്കും അതിൻ്റെതായ ഒരു പ്രഷർ ഉണ്ടാവും. ഫസ്റ്റ് കളി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എതിർ ടീം ഒരു പൊതുവേ ഒരു ചെറിയ ടീം ആയിരുന്നെങ്കിൽ കൂടി നമ്മൾ ആ കളിയുടെ ഇടയ്ക്കും അതിന് ശേഷവും ഈവൻ ഇൻ്റർവ്യൂവിന് പോലും ആ കമൻറ്റേറ്റേഴ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്ത്യാനോ ഈസ് ഓൾവേസ് ഗെറ്റിംഗ് 2 people surrounded. Everywhere, wherever he moves, the 2 people, one is in front and one is behind him. So ആ ക്രിസ്ത്യാനോയ്ക്ക് പ്രോപ്പറായിട്ട് ഒന്ന് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു എങ്ങനെ പോലും ഭയങ്കരമായിട്ട് പുള്ളിനെ ടൈറ്റ് ചെയ്ത് ടാക്കിൾ ചെയ്ത് പിടിച്ചിരിക്കുമായിരുന്നു. ആ കളിയുടെ ഫസ്റ്റ് ഹാഫിലൊക്കെ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫിൻ്റെ ആ ബ്രേക്കിൽ തന്നെ ആ ഓരോ എല്ലാ ചാനലിലും അവർ കറക്റ്റായിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ക്രിസ്ത്യാനോ മൂവ് ചെയ്യുമ്പോൾ 2-3 people അവൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഹി വാസ് കംപ്ലീറ്റ്ലി മാർക്ഡ്. ആ ഒരു പ്രഷർ അവൻ്റെ ക്രിസ്ത്യാനോയുടെ അടുത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ പറ്റില്ല. അൺഫോർച്ചുനേറ്റ്ലി ദ അതർ സൈഡ് അർജൻറ്റീന കളിച്ച് കഴിഞ്ഞപ്പോൾ മെസ്സിക്ക് ഫോർച്ചുനേറ്റ്ലി ഹി മേഡ് സം ഗോൾസ്. ഒരു ഹാട്രിക്ക് കിട്ടി. മെസ്സി ഒരു എന്താ പറയുക ഒരു മോശം കളിക്കാരനാണെന്നോ അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ഒരു ഫ്ലൂക്ക് ഗോൾസ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല ഗോൾസ് ആയിരുന്നു, നന്നായിട്ട് കളിച്ചു, ഗോൾ അടിച്ചു. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ് ക്രിസ്ത്യാനോയ്ക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനോയ്ക്ക് ട്രോൾസ് കിട്ടുന്നതിന് മെയിൻ കാരണം ക്രിസ്ത്യാനോ നന്നായിട്ട് കളിക്കാതിരുന്നതിൻ്റെ കാരണം കൊണ്ടല്ല. അവിടെ 2 ഗോൾ അടിച്ചുകൊണ്ട്. കാരണം എപ്പോഴും ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട് ക്രിസ്ത്യാനോയും മെസ്സിയായിട്ട്. അല്ല നിങ്ങൾക്ക് അങ്ങനെ അർജന്റീന ഫാൻസിന് അങ്ങനെ പല കാര്യങ്ങളും പറയാം. ഒരു കട്ട അർജന്റീന ഫാൻസ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ബ്രോ അർജന്റീനയുടെ ഭാവിയെ പറ്റി എവിടം വരെ പോകും? ഇപ്രാവശ്യം കപ്പടിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നല്ല ടീം തന്നെയാണ് ഇപ്രാവശ്യം ഉള്ളത്. സ്കലോണിയുടെ ടീം വീണ്ടും മൂർച്ച കൂട്ടി വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം എന്തായാലും കപ്പ് കൊണ്ടേ ഞങ്ങൾ പോവുള്ളൂ. ആ കോൺഫിഡൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കളിച്ച അതേ കളി തന്നെ ഞങ്ങൾ ഇപ്രാവശ്യം കളിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ കപ്പടിക്കും. ഇപ്പം അടിച്ച മെസ്സിയെ പറ്റിയാണ് ഞങ്ങൾ കൂടുതലും പറയുന്നത്. കാരണം മെസ്സി നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഈ അർജന്റീന അടിച്ച 5 ഗോളും മെസ്സിയുടെ കാലിൽ നിന്ന് വീണതാണ്. അപ്പം അതിനകത്തെ അല്ല അടിച്ച ഗോളുകളെല്ലാം ചുമ്മാ ടാപ്പ് ഇൻ ഗോളല്ല, നല്ല അടിപൊളി നല്ല ഗോളുകൾ അടിച്ചിട്ടുണ്ട് മെസ്സി. അതൊരു 2 ചെറിയ ടീമുകളുടെ കൂടെ കളിച്ചു. അധികം മാർക്ക് ചെയ്യപ്പെടാണ്ട് നിന്ന മെസ്സി കുറച്ച് ഗോളുകൾ അടിച്ചു. മെസ്സി അല്ലാണ്ട് വേറെ ആ ടീമിൽ ഗോൾ അടിച്ചിട്ടില്ല. ഈ ടീമിനെ വെച്ചിട്ട് നിങ്ങൾ കപ്പ് നേടാൻ നിൽക്കുന്നത്. മെസ്സി ഇല്ലെങ്കിൽ ഇല്ല, തീർന്നു. മെസ്സിനെ 2 പേരും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മെസ്സിയും തീരും. എന്തുകൊണ്ട് മാർക്ക് ചെയ്യുന്നില്ല? നമുക്ക് കാണാം. എന്തായാലും മുന്നോട്ട് പോകുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത കളിയിൽ കാണാൻ പറ്റും. കാരണം ഇനിയിപ്പം കളികൾ ടഫായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം മെസ്സി ആരാണെന്നും അർജന്റീന എന്താണെന്നും സ്കലോണിയുടെ തന്ത്രങ്ങൾ എന്താണെന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അല്ലാതെ ബ്ലൂടൂത്ത് വഴി ഗോൾ അടിക്കുകയും ടാപ്പിൻ വഴി ഗോൾ അടിക്കുകയല്ല ഞങ്ങളുടെ പ്രകൃതം. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് കളിച്ച് മുന്നേറി തന്നെയാണ് ഗോൾ അടിക്കുന്നത്. അപ്പോൾ ഖത്തറിലെ ചരിത്രം വീണ്ടും ആവർത്തിക്കും. തീർച്ചയായിട്ടും ഒരു സംശയമില്ല അതിനകത്ത്. കാരണം അത്രയും നല്ല ടീമാണ്. എല്ലാവരും നല്ല ആ ഒരു ഒത്തിണക്കം ഇപ്പോഴും ഉണ്ട് അവരുടെ ടീമിൽ. അപ്പം സ്കലോണിയുടെ തന്ത്രങ്ങൾ വീണ്ടും ഫലിക്കും. നന്നായിട്ട് അവർ കളിക്കും.
എല്ലാവർക്കും കാശ് കൊടുക്കുന്നുണ്ട്. ആവർത്തിക്കാൻ സൗദി അറേബ്യ ക്വാളിഫൈ ആവില്ല. അത്രേ ഉള്ളൂ. നല്ലൊരു ടീം നമ്മുടെ തീരും യാത്ര മുഴുവൻ. കഴിഞ്ഞ വർഷം ഫ്രാൻസിനെ തോപ്പിച്ചാണ് കപ്പടിച്ചെന്നും കൂടെ ഓർക്കണം. അത് കഴിഞ്ഞ വർഷം 4 വർഷം മുമ്പ്. ആ ടീമിൽ ആരാണ് വ്യത്യാസമുള്ളത്? ഡിമറിയ ഇല്ല, മതിയല്ലോ. അതൊരു മതിയായ പിന്നെ മെസ്സിയെ മാർക്കിയെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവർക്ക് അതിനുള്ള തന്ത്രങ്ങൾ കാണും. നോക്കൗട്ടിൽ വന്നല്ലോ. അതെ, ഇനി നമുക്ക് കാണാം കളികൾ. നല്ല ടീമുകളൊന്നും കളിച്ചില്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. ടീമിന്റെ കളിച്ചിട്ട് തന്നെ അർജന്റീന കപ്പടിച്ചു കഴിഞ്ഞു. ഈ കഴിഞ്ഞ രണ്ട് കളിച്ച കളികൾ നിങ്ങൾ വിലയിരുത്തരുത്. കാരണം ഫുട്ബോളിലെ ശൈശവത്തിൽ നിൽക്കുന്ന 2 ടീമുകളുടെ കൂടെയാണ് അവർ കളിച്ചത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് കളി സൗദി അറേബ്യയോട് തോറ്റപ്പോൾ നിങ്ങൾ വിലയിരുത്തിയതല്ലേ? എന്നിട്ട് ഞങ്ങൾ എവിടെ എത്തി? ഞങ്ങൾ എന്ത് നേടി? നിങ്ങൾ എന്ത് നേടി? ഫസ്റ്റ് റൗണ്ടിലെ കളികൾ വെച്ചിട്ട് ഒരു ടീമിനെയും ആരും കഴിഞ്ഞവണയും വിലയിരുത്തിയിട്ടില്ല. ഈ പ്രാവശ്യവും വിലയിരുത്തുന്നില്ല. ഓക്കെ, ഈ പ്രാവശ്യം നിങ്ങൾ തന്നെയാണ് നിങ്ങളെ വിലയിരുത്തുന്നത്. ഞങ്ങൾ വന്നില്ലേ, കണ്ടില്ലേ, തുടക്കം സംഭവമാക്കി. അല്ല, നിങ്ങൾ ഞങ്ങളെ അംഗീകരിക്കാത്തോണ്ടാണ് ഞങ്ങൾ പറയേണ്ടി വരുന്നത്. മെസ്സി എന്ന് പറയുന്നത് വേറൊരു ലീഗാണ് പുള്ളി. ഏത് ലീഗാണത്? അതല്ല MLS ലീഗ്. ഓ എന്റെടാ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ നോക്കൗട്ട് റൗണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഹീസ് ഗെറ്റിംഗ് ഓൾ. സി, അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് കൂടി പറയണത്. 42 years. Okay, wait. So you're talking about him getting old. Is Messi old right now? How did he win the World Cup? Messi played. How many did he score? But he's part of the game, though, right? Okay. Di Maria. Okay, here. Di Maria carried that team. 2022 World Cup. If you watched it, Di Maria carried it. So Okay. now Wait. hold on. Okay. You're trying to compare them again. No. You said You're no. saying Ronaldo is always covered by players. Yes. He used to dribble a lot, but he can't anymore. Why do you think he's waiting for When the did he ball use for to the dribble a last- lot? Ronaldo stopped dribbling when he was actually towards the end of Real Madrid, which is 2017-2018. He was still dribbling, but not as much because he became the core finisher of the team. That's Right? because he can't keep up. No, that's not why. This is No, what I'm that's saying. not why. You're so But blindsided, you can't agree that he's getting old. Now he's changing his Okay. play style based on his age, who's which is good for who's him. the top scorer? Who has the most goals in the So world? you're always going. No. My question is no. Here, let me answer your Every time question. You want to compare. So okay, what No, am I but trying you're to say? saying- So okay, he's getting older and he's Okay. he's losing his That's game. a question I want to ask Yes. Ronaldo. Yeah. Okay, go I on. mean, you just mentioned that Di Maria carried Argentina last time around. No, in 2022 World Cup, Right, is right, Messi right. doing well now? Yes, he is. No, fair. Okay, I mean, okay. if we take that point, Okay. I want to ask you. Yes. I mean, why can't Ronaldo let anybody else carry his team? But that's what's happening right now. No, the first game, Yes. Ronaldo couldn't score anything. Right? Okay. But there was a chance that was laid off for Bruno Fernandes. I knew And you he were was going to bring playing that up. that, One second. So why can't anybody else carry Portugal's So, team yeah. when Ronaldo is there? Why doesn't he let them? Right? Who scored the free kick a few days ago? For Portugal? Yes. Well, one second. Nuno Mendes, yeah. Who? Nuno Mendes, right? Who let him take it? No. No, let me ask you. No. You said Yeah, why okay. doesn't he let other people take So it? after One first second. game, he got realized that he can't score anymore. Yeah. That's why he gets given. Okay, that's why he has given the. How did he score the 2 goals? So you said he should have left for Bruno Fernandes. Yeah. Okay. Yeah. Who was behind him? Yeah. Okay. And it was perfect for him. So the last game when he scored the first goal, how did he score that one? He was in the second post, he ran into the First post, and he scored the exact same thing that he missed. So he is capable of doing that. Just because he missed one, now you guys are writing it off as the second goal that happened, which you didn't watch. He did the exact same run to the back post, to the front post, and scored that goal. That's the same thing he tried. He is still a human being, right? See, you guys, exactly the same point he mentioned. Like, okay, see, if the mistakes can happen to anybody. Right? Okay, if it happens to Ronaldo, everyone is getting highlighted, right? That's because the same okay, answer, here's the right? thing though. Yeah, so that's the same thing you guys are doing with Messi too. Right. So No, Messi we didn't get didn't- the we goal, didn't- so you're portraying him, right? No, we didn't So put you him didn't down. say- you No, didn't we say didn't put him down. We didn't say, oh, Messi can score this, Messi can score that. We never said that. But he brought it Because up. why there is What? no point like he can't score. He scores. There only. is no- He doesn't do that. He doesn't do that. To be fair, Portugal played really bad. Yeah, in the first game. first game. Okay. Just in the first You watched game. the first game? കാരണം You watched the first game. Focus on Ronaldo for that. Yeah. ഫസ്റ്റ് കളിയിൽ റൊണാൾഡോ
See, the entire team was actually like Garbage. The entire team. Three people. I mean, two midfielders. അതാണ് പ്രൂവ് ചെയ്യട്ടെ. Yeah. ഇത്രയും നാള് റൊണാൾഡോ ആണ് ടീമിനെ മുന്നോട്ട് നയിച്ചതും കൊണ്ട് നടന്നതെല്ലാം. നീ പറയുന്നു റൊണാൾഡോ വയസ്സായി യങ്ങർ ജനറേഷന് കൊടുക്കണം. ഈ തവണ വരുന്നു കൊടുക്കട്ടെ, പ്രൂവ് ചെയ്യട്ടെ. അവന്റെ കൂടെ കഴിഞ്ഞ കളിയില് മെൻഡസ് ഒക്കെ ചെയ്തപോലെ കളിച്ചിട്ട് പ്രൂവ് ചെയ്യട്ടെ. ഐ തിങ്ക് ഒരു പ്രോബ്ലം, ഒരു ബ്ലെയിം എന്ന് പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് ഗെയിമിൽ റൊണാൾഡോ കളിച്ചില്ല, ടീം മൊത്തത്തിൽ മോശമായിരുന്നു. പക്ഷെ റൊണാൾഡോയെ സബ് ചെയ്യാൻ അവര് ചെയ്തില്ല. No, but when we are losing, why would you? Okay, when you are tying, why do you want to take a striker off? Because he's not involved in the game. Because the whole He was involved. Yeah, he was, but the whole team didn't play. He hardly got like how many touches? 5 touches. Exactly. So okay, how about in the second game? How many touches did he get? ആസ് എ ടീം അത് ടീമിന്റെ പെർഫോമൻസ് മോശമായിരുന്നു. ആസ് എ ടീം അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. റൊണാൾഡോനെ മാർക്ക് ചെയ്യാൻ 2-3 എതിർ ടീം പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് മീൻസ് ഈ പോർച്ചുഗലിന്റെ മറ്റ് ടീംസിന് പ്ലേയേഴ്സിന് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് അവർക്ക് ഈസി ആയിട്ട് സ്പേസ് ഉണ്ടാക്കാമായിരുന്നു. അത് പറ്റിയില്ല. ദാറ്റ് മീൻസ് ആസ് എ ടീം അവരൊരു പുവർ പെർഫോമൻസ് ആയിരുന്നു. അവർക്ക് പ്രോപ്പർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല, പാസ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്ട്രൈക്കറിനെ മാർക്ക് ചെയ്യാൻ എപ്പോഴും റൊണാൾഡോയെ മാത്രമല്ല എല്ലാ ടീമിലും സ്ട്രൈക്കറെ മാർക്ക് ചെയ്യാൻ എപ്പോഴും 2-3 പ്ലേയേഴ്സ് ഉണ്ടാവും. അത് റൊണാൾഡോ കളിക്കുമ്പോൾ എല്ലാ ടീമിലും അല്ല സെയിം ആയി പറയുന്നത്. എല്ലാ ടീമിലും ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലേ റൊണാൾഡോയെ മാർക്ക് ചെയ്യാൻ മറ്റേ ടീമിൽ എപ്പോഴും 2-3 പേരുണ്ടാവും. ഇറ്റ്സ് നോട്ട് റൊണാൾഡോ. എല്ലാ ടീമിലെ ഓരോ ടീമിന്റെ സ്ട്രാറ്റജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ സംഭവം. ഫസ്റ്റ് കളി എതിർ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് പോർച്ചുഗൽ, റൊണാൾഡോ. ഓക്കെ, ഇഫ് വി മാർക്ക് റൊണാൾഡോ പ്രോപ്പർലി ദെൻ ദാറ്റ്സ് ഇറ്റ്. അതായിരിക്കും അവരുടെ തന്ത്രം. പ്രസ് കോൺഫറൻസിൽ ആരാ പറഞ്ഞത് റൊണാൾഡോ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. റൊണാൾഡോ ജസ്റ്റ് വേറൊരു പ്ലേ. റൊണാൾഡോക്ക് വയസ്സായി. റൊണാൾഡോ ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് കളി കഴിഞ്ഞപ്പോ ഒരു പ്രസ് കോൺഫറൻസ്, എനിക്ക് ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അല്ലല്ല വേറെ ആരോ പറഞ്ഞത് റൊണാൾഡോക്കെതിരെ ഒരു പ്ലാൻ. അതൊക്കെ അതും ഒരു തന്ത്രമല്ലേ. ഞങ്ങൾക്ക് റൊണാൾഡോയ്ക്ക് വേണ്ടിട്ട് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല എന്നാ. പക്ഷെ ഗ്രൗണ്ടിൽ എല്ലാവരും കാണുകയും ചെയ്തു ഒരു പ്രോപ്പർ പ്ലാൻ. എനിക്ക് പറഞ്ഞു തോന്നുന്നു, കാരണം അതൊരു തന്ത്രമാണ് റൊണാൾഡോയുടെ. അതായത് അധികം കളിക്കാതെ റൊണാൾഡോ ആണ് പ്ലേ മേക്കർ. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയുള്ള അസ്യൂം ചെയ്യാം. കാരണം ബാക്കി കാണാനിരിക്കുന്ന ഒരു മണ്ടന്മാരൊന്നല്ലോ. ഞങ്ങളെല്ലാവരും കണ്ടു, അവിടെ കമന്ററി എല്ലാവരും പറഞ്ഞു, നമ്മളെല്ലാവരും അനലൈസ് ചെയ്ത സംഭവമാണ്. ഈ കളിന് ശേഷം എല്ലാവരും കൂടി ഒരു പ്രോപ്പറായിട്ട് അത് കറക്റ്റായിട്ട് വിശകലനം ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്ന രീതിയിലായിരുന്നു, ഇത്രമാത്രം ടച്ചുകളെ റൊണാൾഡോ എടുത്തുള്ളൂ, അതിന് കാരണം ഇതായിരുന്നു. അങ്ങനെ മീൻസ് ഓരോരോ മൂവ് നടത്തുമ്പോഴും ഇത്രമാത്രം അവിടെ ഡിഫൻഡേഴ്സ് റൊണാൾഡോയുടെ കൂടെ ഉണ്ടായിരുന്നു. ദ അതർ പ്ലേയേഴ്സ് കുഡ് ഹാവ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ആക്ച്വലി അതൊരു ചെയ്തില്ല. റൊണാൾഡോയ്ക്ക് മാത്രമല്ല എല്ലാ സ്ട്രൈക്കേഴ്സിന്റെ. It's true, but when Messi or Ronaldo, then you attract more number of players. That's one thing. Okay, if Ronaldo did touch the ball in the first game, let's say 5 times or 10 times in 90 minutes, right? What was the other world-class midfielder that they have been doing there? If he only touching 5 times. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പോർച്ചുഗൽ ടീം റൊണാൾഡോ ഇല്ലെങ്കിൽ മോശമാണെന്നാണ്? No, I'm not saying that. No. Tell about Team Canada. So this time they have very good chance. This is the first time they have qualified for knockout stages. This is the first time they've won a game in the World Cup, and the game against Switzerland also was very good. They lost by 2-1, but they played very well, and let's see. We have good chance, and Alphonso Davies also has a good chance of playing the next game. So we are hopeful, and so they have a better chance. So let's see. ഞങ്ങളുടെ ടീമിൻ്റെ പേര് MMFC മാൾട്ടൺ മലയാളി ഫുട്ബോൾ ക്ലബ് എന്നാണ്. ഓക്കെ, അത് ഒരു 2015-16 തൊട്ട് ഞങ്ങൾ ഇങ്ങനെ തുടങ്ങി വന്നതാണ്. അപ്പോൾ അന്ന് തൊട്ടുള്ള പ്ലെയേഴ്സും ഉണ്ട്, സീനിയർ പ്ലെയേഴ്സ് ഉണ്ട്, ടിൽ 50 ഏജ് 50 വരെയുള്ള പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഓപ്പൺ ടീമുണ്ട്, 35+, 45+, ഈ എല്ലാ കാറ്റഗറിയിലുള്ള എല്ലാ ആൾക്കാരും ഒരുമിച്ചാണ് ഇവിടെ കളിക്കുന്നത്. ഈ ഗെയിം കളിക്കുന്നത് ഇൻട്രസ്റ്റിൻ്റെ ബേസിൽ വരുന്നതാണ്. എല്ലാ കമ്മ്യൂണിറ്റി പറഞ്ഞാൽ നിയറസ്റ്റ് എല്ലാ കമ്മ്യൂണിറ്റിയും ഇവിടെ കളിക്കാൻ വരുന്നുണ്ട്. ഞങ്ങൾ സാറ്റർഡേ സൺഡേ ആൻഡ് വെനസ്ഡേ ഈവനിങ്ങിൽ ഞങ്ങൾ ഡെയിലി. നിങ്ങളിപ്പോൾ ടൂർണമെൻറ്റിനൊക്കെ പോകാറുണ്ട്? ടൂർണമെൻറ്റിന് ഞങ്ങൾ പോകാറുണ്ട്. ഒരു 2-3 ടൂർണമെൻറ്റ് ഞങ്ങൾ എവറി ഇയർ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് കാനഡയിലെ മലയാളി സുഹൃത്തുക്കളുടെ ഫുട്ബോൾ ആവേശങ്ങൾ. ഇവരുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഫുട്ബോളിൻ്റെ ആവേശം പോലെ തന്നെ മലയാളികളുടെ ഫുട്ബോൾ ലഹരിയും തുടർന്നുകൊണ്ടിരിക്കുന്നു. മറ്റു വിശേഷങ്ങളുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്. You're watching VHS Media Global.